നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പോളിസി എടുക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് അദ്ദേഹം എടുക്കുന്നതിന് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ആദ്യം ഉണ്ടാക്കുക. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പരിഗണിക്കും. പലരും പ്രീമിയമാണ് നോക്കുന്നത്. പ്രീമിയം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, തർക്കമൊന്നുമില്ല. ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിനേക്കാളും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ നെറ്റ്വർക്കാണ്. തൻ്റെ പ്രദേശത്ത് താൻ താമസിക്കുന്ന ഭാഗത്ത് ഏതെല്ലാം ഹോസ്പിറ്റലുകളാണ് അത് കവറേജ് കിട്ടുന്നുണ്ട്. ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്ന് കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോ പേയ്മെൻ്റ് എന്ന് പറയും. അതായത് സ്വാഭാവികമായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എത്ര എമൗണ്ട് കൊടുക്കും, തൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇതിനാണ് കോ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ചിലപ്പം കോ പേയ്മെൻറ്റ് 5% ഉണ്ടാവാം, 10% ഉണ്ടാകും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോ പേയ്മെൻറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോ പേയ്മെൻറ്റ് ഇല്ലാത്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എത്ര സം ഇൻഷുർഡാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സം ഇൻഷുർഡ് ആയിരിക്കും. ഒരു മിനിമം ഒരു 10 ലക്ഷമെങ്കിലും സം ഇൻഷുർഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. നമ്മൾ സാധാരണ നമ്മുടെ ക്ലയൻസിനെല്ലാം അഡ്വൈസ് ചെയ്യാറുള്ള ഒരു മിനിമം 10 ലക്ഷമെങ്കിലും സം ഇൻഷുർഡ് എടുത്ത് വെക്കുന്നതായിരിക്കും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചിലവുകളാണ് ഹോസ്പിറ്റലിൽ നമ്മൾ വഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മിനിമം ഒരു 10 ലക്ഷമെങ്കിലും സം ഇൻഷുർഡ് എടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെങ്കിലും രീതിയിലുള്ള PED നിങ്ങൾക്കുണ്ടോ, അതായത് പ്രീ എക്സിസ്റ്റന്റ് ഡിസീസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം. പലരും ഇത് ഡിസ്ക്ലോസ് ചെയ്യാതെ മറച്ചു വെച്ചെടുക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഡോക്ടർ ഇത് കണ്ടെത്തും, ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടും. ഒട്ടുമിക്ക ക്ലെയിം റിജക്ഷൻ്റെയും റീസൺ എന്ന് പറയുന്നത് PED മറച്ചു വെക്കുന്നതുകൊണ്ടാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് നമ്മളിത് പറയുകയാണ് നിങ്ങൾ. അപ്പോൾ PED കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. ഏതെല്ലാം അസുഖങ്ങൾക്കാണ് എനിക്ക് 2 വർഷത്തെ IRDA നിഷ്കർഷിക്കുന്ന വെയിറ്റിംഗ് പീരീഡ് ഏതെല്ലാം അസുഖങ്ങൾക്ക് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക. അതല്ല എനിക്ക് ഓൾറെഡി PED ഉണ്ട്, അതിന് എത്ര വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഓരോ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും വെയിറ്റിംഗ് പീരീഡ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇതിലുപരിയായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് OP വേണോ, ഡെൻ്റൽ വേണോ, ഗ്ലോബൽ കവറേജ് വേണോ, അതുപോലെ തന്നെ IP മാത്രം മതിയോ, അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ഓപ്ഷൻസ് എന്തെങ്കിലും വേണോ. സ്വാഭാവികമായിട്ട് ചിലർക്ക് 1 ലക്ഷം രൂപ വരെയുള്ള എന്തെങ്കിലും ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ അവരെ പോക്കറ്റിൽ തന്നെ വഹിക്കാൻ തയ്യാറായിരിക്കും. 1 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന സമയത്തായിരിക്കും അവർ ഇൻഷുറൻസ് കമ്പനിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ അത്തരം ആളുകൾ ഡിഡക്റ്റബിൾ ഓപ്ഷൻ വെക്കും. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോവുക. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഐഡിയ ഇല്ലാണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറെ സമീപിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾ ആവശ്യമില്ല. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ചില ടെക്നിക്കൽ ടേമൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറിന്, ഒരു പ്രൊഫഷണലായ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറിന് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് സാധിക്കും. SS പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും സെക്കൻഡ് ടോപ്പിൽ വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ റാങ്ക് ലിസ്റ്റിൽ വരുന്നതാണ്. ടാറ്റ AIG റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരു സ്ഥാപനമാണ് SS പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഫഷണലായ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേടാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് തന്നെ സ്വമേധയെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത്. അത് തന്നെ നിങ്ങൾക്ക് പഠിച്ച് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.